പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് മാസത്തിൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. നമുക്ക് പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാളുകൾ ഉള്ള മാസം, മാതാവിനോടുള്ള ഭക്തിയുള്ള വിശുദ്ധരുടെ മാസം. നമുക്ക് പണ്ട് മാതാവിൻ്റെ മാസമായിട്ട് വിമല ഹൃദയ തിരുനാളൊക്കെ ആചരിച്ചിരുന്നത് അത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് മെയ് മാസം മാതാവിൻ്റെ മാസമാക്കി മാറ്റുകയും അതുപോലെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ വരുത്തുകയും ചെയ്തു. എങ്കിലും ഈ മാസം മാതാവിൻ്റെ നല്ല പ്രത്യേകതയുള്ള മാസമാണ്. ഇപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, മാതാവിൻ്റെ സ്വർഗരാജ്ഞിത്വ തിരുനാൾ, ഇതൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഒരു കുറച്ചുകൂടി ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 5-ാം തീയതി റോമിൽ 4 പ്രധാനപ്പെട്ട ബസ്ലിക്കകളുണ്ട്. അതിലൊരു ബസ്ലിക്ക മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബസ്ലിക്കയാണ്. ഈ 4 ബസ്ലിക്കകളുടെയും പ്രതിഷ്ഠാ വാർഷിക തിരുനാൾ സഭയിൽ, ആഗോള സഭയിൽ കൊണ്ടാടാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ മാതാവിൻ്റെ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാളാണ്. മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ആയിട്ട് കൊണ്ടാടുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ മുൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ബസ്ലിക്കയിലാണ്. നമുക്കതുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് തലപ്പള്ളികളിലൊന്നായ മരിയ മജോറെ, മേരി മേജർ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ വാർഷിക തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമുക്ക് സഭയോട് നമ്മൾ ഐക്യപ്പെടുകയാണ്. നമുക്കതിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുകയാണ്. നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. മാതാവിൻ്റെ ഈ നമ്മുടെ ഇന്ത്യയിലെ ബസ്ലിക്കയായ വേളാങ്കണ്ണി പള്ളിയിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ അനുഭവവേദ്യമാകട്ടെ. ഏറ്റവും ശ്രദ്ധയോടുകൂടെയും ഒരുക്കത്തോടുകൂടെയും ഭക്തിയോടുകൂടെയും നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവാലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾക്കൊത്ത് അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും
കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം കർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എത്ര മനോഹരം! എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എത്ര മനോഹരം! എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എത്ര മനോഹരം! അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എത്ര മനോഹരം! ഹല്ലേലൂയ. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവൻ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ പേരിലുള്ള റോമിലെ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ആദ്യമൊന്നും എനിക്കും അറിയില്ലായിരുന്നു. വൈദിക പരിശീലന കാലയളവിൽ ഈ തിരുനാളിനെക്കുറിച്ച് അത്ര അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് പറഞ്ഞു തരുമ്പോഴാണല്ലോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക.
വൈദികനായ വർഷങ്ങളിൽ ഇത് കുറേ കൂടി മനസ്സിലായി. മാതാവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കുന്ന മാസമെന്ന് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഈ ഓഗസ്റ്റ് മാസത്തെ അങ്ങനെ ഞാൻ കരുതുക. കാരണം അത്ര പ്രത്യേകതയുള്ള മാസമാണ്. അപ്പോഴാണ് ഈ നാളുകളിലാണ് അറിഞ്ഞത് ഇതായിരുന്നു പണ്ട് വിമല ഹൃദയ മാസം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് അത് മെയ് മാസത്തിലേക്ക് മാറ്റിയത്. അന്ന് അതായത് ഓഗസ്റ്റ് 22-ാം തീയതിയായിരുന്നു മറിയത്തിന് വിമല ഹൃദയ തിരുനാൾ. പോൾ ആറാമൻ പാപ്പ ആ ദിവസം അത് സ്വർഗരാജ്ഞിത്വ തിരുനാളായിട്ട് മാറ്റുകയും വിമല ഹൃദയ തിരുനാൾ ഈശോയുടെ തിരുഹൃദയം തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അത് സുന്ദരമായി. അപ്പോൾ ഈ ബസലിക്കയുടെ പ്രത്യേകത ഇപ്പോൾ കുറേ കൂടി അതിന് പ്രത്യേകത വന്നു. കാരണം ഫ്രാൻസിസ് പാപ്പായെ അടക്കം ചെയ്തിരിക്കുന്നത് ആ പള്ളിയിലാണ്. AD 358 ഈ പള്ളി പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. അതായത് ഒരു ധനവാനായിട്ടുള്ള ഒരാൾക്ക് ഒരു സ്വപ്നമുണ്ടായി. അതായത് ഈ ദിവസം ഓഗസ്റ്റ് 5-ാം തീയതി റോമിൽ ഒരു എസ്ക്വിലിൻ എന്ന് പറയുന്ന ഒരു കുന്ന്, മലയാണോ കുന്നാണെന്ന് എനിക്കറിയില്ല, അവിടെ മഞ്ഞു വീഴും എന്നൊരു ദർശനമുണ്ടായി. അത് മഞ്ഞുകാലത്തല്ലേ മഞ്ഞു വീഴേണ്ടത്, പക്ഷേ കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞു വീഴും എന്നൊരു ദർശനമുണ്ടായി. അപ്പോൾ അന്നത്തെ പാപ്പം അദ്ദേഹം ലിബേരിയൂസ് പാപ്പയാണ്. ലിബേരിയൂസ് പാപ്പ അദ്ദേഹം 352 മുതൽ 366 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. അപ്പം 358-ലാണ് അവിടെ ഈ ദേവാലയം പണിയുന്നത്, ഈ ബസലിക്ക ആദ്യമായിട്ട് പണിയപ്പെടുന്നത്. അപ്പോൾ ആ മഞ്ഞു വീണ സ്ഥലത്ത് ഒരു ദേവാലയം പണിയണമെന്നായിരുന്നു അയാൾക്ക് കിട്ടിയ ദർശനം. അങ്ങനെ പാപ്പായെ അറിയിച്ചു. അവർ ഓഗസ്റ്റ് 5-ാം തീയതി ആ സ്ഥലത്ത് വന്നപ്പോൾ കഠിനമായ വേനൽക്കാലത്ത് അവിടെ മഞ്ഞു വീണ് കിടക്കുന്നു. അങ്ങനെയാണ് അവിടെ ആ ദേവാലയം ഉണ്ടായത്. അതുകൊണ്ടാണ് മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്നാണ് ഇതറിയപ്പെടുക. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 431 മാതാവ് ദൈവമാതാവാണ് എന്നൊരു പ്രഖ്യാപനം സഭ നടത്തി. അത് എഫേസോസ് എന്ന സുഗനദോസിൽ വെച്ചിട്ടാണ്. അതിനുശേഷം ആ പള്ളി ഒന്നുകൂടി പുതുക്കി പണിതു. അത് പണിതത് സിക്സ്റ്റസ് 3-ാമൻ പാപ്പയാണ്. അദ്ദേഹം ആ പള്ളി, അപ്പോൾ മാതാവിൻ്റെ ഈ മാതാവ് ദൈവമാതാവാണെന്ന പ്രഖ്യാപനവും പള്ളിയുടെ നവീകരണവും ഒക്കെ എല്ലാം ഒരു അനുഗ്രഹമായിട്ട് സഭയ്ക്കത് മാറി. അതാണ് ഇതിൻ്റെ പ്രഥമമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ചില പ്രത്യേകതകൾ. ഇനിയും ഈ പള്ളിക്ക് മറ്റു ചില പ്രത്യേകതകളുണ്ട്. ഈ പള്ളിയെ വെസ്റ്റേൺ ബെത്ലഹേം എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ പള്ളിക്കകത്താണ് ഈശോ ഒരു പുൽക്കൂട്ടിലല്ലേ ജനിച്ചത്. പുൽത്തൊട്ടിയിലാണ് ജനിച്ചത്. പുൽത്തൊട്ടി അതായത് കാലികൾക്ക് ഭക്ഷണം വയ്ക്കുന്ന ഒരു സംഭവത്തെയാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത്. ആ പുൽത്തൊട്ടിയുടെ തിരുശേഷിപ്പ്, ഒറിജിനൽ പുൽത്തൊട്ടിയുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഒറിജിനൽ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ അത് ഈ ദേവാലയത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ ദേവാലയം വെസ്റ്റേൺ ബെത്ലഹേം എന്ന് പറയുന്നത്. ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു കാര്യം കൂടിയാണത്. ഇനി മറ്റൊരു പ്രത്യേകത, സാളൂസ് പോപ്പുളി റൊമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിലെ ജനങ്ങളുടെ സംരക്ഷക, അങ്ങനെ ഒരു മരിയൻ ചിത്രമുണ്ട് ഈ ദേവാലയത്തിനകത്ത്. അതാണ് ഈ ദേവാലയത്തിന് മറ്റൊരു പ്രത്യേകത. ഈ മാതാവിൻ്റെ മുമ്പിലാണ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പ്രാർത്ഥിക്കാൻ പോയിരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും വിദേശ പര്യടനം നടത്തുമ്പോൾ അതിന് മുൻപും പിൻപും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. അത് ഈശോ സഭയിൽപ്പെട്ട ആളായിരുന്നല്ലോ ഫ്രാൻസിസ് പാപ്പ. ഈശോ സഭ വൈദികരുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഈ മാതാവുമായി ബന്ധപ്പെട്ട അങ്ങനെ കോവിഡ് ബാധിച്ച സമയത്തും പാപ്പ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചതൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ ന്യൂസിലൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പം റോമിൽ പ്ലേഗ്, കോളറ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ അന്നത്തെ പാപ്പാമാർ ഓരോ കാലഘട്ടത്തിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ അവർ ഈ മാതാവിൻ്റെ ചിത്രമെടുത്തിട്ട് പ്രദക്ഷിണമായി നടത്തി. എന്നിട്ട് നാട്ടിൽ നിന്ന് കോളറയും പ്ലേഗും അതൊക്കെ വഴിമാറിപ്പോയി. ജനങ്ങൾ സൗഖ്യം പ്രാപിച്ചു, മരണങ്ങൾ നിന്നു. അങ്ങനെ ഒരു അത്ഭുത കഥ കൂടി ഈ ചിത്രവുമായിട്ടുണ്ട്. അതാണ് സാളൂസ് പോപ്പുളി റൊമാനി, റോമിലെ ജനങ്ങളുടെ സംരക്ഷക എന്നാണ്
രൂപത്തിൻ്റെ, അത് നിങ്ങൾ വെറുതെ അടിച്ചു നോക്കിയാൽ മതി, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ സാളൂസ് പൊപ്പുളി റൊമാനി എന്നടിച്ചു കഴിഞ്ഞാൽ ആ ചിത്രം എല്ലാം വരും. അതിൻ്റെ ഒറിജിനൽ ചിത്രം അതാണ് ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയും ഈ പള്ളിയിൽ പാപ്പായുടെ അൾത്താര എന്ന് പറയുന്ന ഒരു അൾത്താരയുണ്ട്. അവിടെ എല്ലാ വർഷവും ഓഗസ്റ്റ് 15 പരിശുദ്ധ പിതാവ് പോയി ബലിയർപ്പിക്കും. അതും ഒരു പ്രത്യേകതയാണ്. ഇനിയും മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം എനിക്ക് മാതാവിൻ്റെ അടുക്കൽ എന്നെ അടക്കണം. അങ്ങനെ ഈ സാളൂസ് പൊപ്പുളി റൊമാനി എന്ന ചിത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാപ്പായെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പള്ളിയാണ്. നമുക്കിന്ന് ഈ പള്ളിയുടെ പ്രതിഷ്ഠാ തിരുനാൾ കൊണ്ടാടുമ്പോൾ മാതാവ് എത്ര സുന്ദരമായിട്ടാണ് സഭയിൽ മാതാവിനെ നമ്മൾ വണങ്ങുന്നത്. മാതാവ് ദൈവമൊന്നുമല്ല, മാതാവ് മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ മാതാവ് ഒരു ദൈവമകളായി മാറി. ദൈവമകളായി മാറി. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് 5 വർഷമായിട്ട് അവർക്കുണ്ടായ കുഞ്ഞാണ്. അച്ഛൻ ഞങ്ങൾക്ക് 5 വർഷമായിട്ടുണ്ടായ കുഞ്ഞാണ്. ഇത് ദൈവം തന്ന കുഞ്ഞാണ്, ദൈവം തന്ന കുഞ്ഞ്. നമ്മളതങ്ങനെ പറയുന്നത് സന്തോഷത്തോടെ പറയും, ഇത് ദൈവം തന്ന കുഞ്ഞുങ്ങളാണ് എനിക്കിത്. പക്ഷെ വളർന്നു വലുതാകുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണോ? അതാണ് നമ്മളിന്ന് മാതാവ് ദൈവത്തിൻ്റെ നല്ലൊരു മകളായി സഭയിൽ ഇന്ന് നിൽക്കുമ്പോൾ നമുക്ക് മകനും മകളും ആകാനായിട്ടുള്ള വിളിയുണ്ടല്ലോ. നമ്മളും ദൈവത്തിൻ്റെ മക്കളല്ലേ. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് ജനിച്ചത് കൊണ്ട് മാത്രമല്ലോ, സാധാരണ പോലെ കല്യാണം കഴിഞ്ഞ് 1 വർഷം സ്വാഭാവികമായിട്ട് കുഞ്ഞ് ഉണ്ടായാലും അത് ദൈവം തന്ന കുഞ്ഞല്ലേ. അപ്പം ദൈവം തന്ന മകനും മകളും ദൈവത്തിൻ്റെ മകനും മകളുമാണോ ഇപ്പോൾ? അതാണ്. അപ്പം മാതാവിൻ്റെ പ്രത്യേകത, മാതാവ് തുടക്കം മുതൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അനുസരണം പറഞ്ഞു. അതാണ്, എല്ലാം അങ്ങ് സ്വീകരിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. അപ്പോൾ അത് ആ ഒരു സ്വീകരണമാണ്. എന്നിട്ട് ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നു. അതാണ് മാതാവിനെ സഭയിൽ ഇത്രയധികം ബഹുമാനിക്കാൻ കാരണം, ഇല്ലേ? അപ്പോസ്തലന്മാരുടെ പേരിൽ, പത്രോസിൻ്റെ പേരിൽ, വിശുദ്ധ പൗലോസിൻ്റെ പേരിൽ, വിശുദ്ധ ജോൺ അപ്പോസ്തലൻ്റെ പേരിൽ ഒക്കെ ബസലിക്കകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മാതാവിൻ്റെ ബസലിക്കയും, അല്ലെ? മാതാവിൻ്റെ ബസലിക്ക മാതാവ് തന്നെ പറഞ്ഞ് അങ്ങനൊരു അത്രയും സ്വാതന്ത്ര്യം ത്രിത്വൈക ദൈവത്തിന് മുമ്പിൽ മാതാവിനും. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. മാതാവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ മാധ്യസ്ഥ്യം സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വേളാങ്കണ്ണിപ്പള്ളി വന്നിരിക്കുന്നത്. മാതാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകും. കാരണം മാതാവ് ഇത്ര സ്വാതന്ത്ര്യമുള്ള മകളായിരിക്കുന്നത് കൊണ്ട്, അതിൻ്റെ കാരണം മാതാവ് അത്രയും അനുസരണവും അത്രയും സ്നേഹവും അത്രയും വിധേയത്വവും ദൈവത്തോട് കാണിച്ചതുകൊണ്ടാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ ഈ ഒരു വിധേയത്വവും ഈ ഒരു അനുസരണവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്കൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയേ ശരിയല്ല. നമ്മുടെ സ്നേഹം കൊടുക്കണ്ടേ, നമ്മുടെ ഭക്തി കൊടുക്കണ്ടേ, നമ്മുടെ വിശ്വാസം കൊടുക്കണ്ടേ, നമ്മുടെ കുമ്പസാരം കൊടുക്കണ്ടേ. കുമ്പസാരം പോലും യഥാർത്ഥത്തിലുള്ള അനുതാപം അത് വേണ്ടേ? പാപം ഉപേക്ഷിക്കാമെന്നുള്ള തീരുമാനമെടുത്തിട്ടുള്ള കുമ്പസാരമാണ് യഥാർത്ഥത്തിലുള്ള അനുതാപത്തിലുള്ള കുമ്പസാരം. നമുക്കൊരു തീരുമാനവും ഇല്ല, ഒരു ചടങ്ങ് പോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തിനറിയാമല്ലോ. പക്ഷെ മാതാവ് സഭയിൽ കർത്താവിനെ ഏറ്റെടുത്തത്, കർത്താവിൻ്റെ കൂടെ നടന്നത്, കുരിശിൻ ചുവട്ടി നിന്നത്, മാതാവ് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയത് അതൊരു ചടങ്ങ് പോലെ അല്ല. മാതാവ് മടിയിലേക്ക് ഈശോയെ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അങ്ങനെ എന്നെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? മാതാവ് മടിയിലേക്ക് ഈശോയെ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന എന്നെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നും അല്ലേ. നമുക്കപ്പോൾ എന്താണ് യോഗ്യത? ഇപ്പോൾ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഏറ്റവും ചങ്ക കൂട്ടുകാരോട്, എടാ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് നമ്മൾ പറയും. പക്ഷെ മാതാവിനോട് ചങ്കായിട്ട് നിൽക്കണ്ടേ? മാതാവിൻ്റെ ഏകപുത്രൻ ഇല്ലേ, മാതാവിൻ്റെ ഉദരത്തിലുരുവായ ഈശോയോട് ചങ്കായിട്ട് നിൽക്കണ്ടേ? അതല്ലേ മാതാവ് കാണിച്ചു തന്നത്? കുരിശിൻ ചുവട് വരെ നിന്ന് മാതാവ് കാണിച്ചു തന്നത് അതല്ലേ? അപ്പം മാതാവ് ചെയ്തതുപോലെ ഇതുപോലെ ചെയ്യും മക്കളെ, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ പെട്ടെന്ന് അനുഗ്രഹം വരും. അതാണ് നമുക്ക് ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം. നമുക്ക് അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് കൂടുതൽ അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ മകനും മകളുമായി പിറന്നു വീണ നമ്മൾ ഇന്ന് ഈ വേളാങ്കണ്ണി പള്ളി വന്ന് നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ മകനും മകളുമാണോ? ഞാൻ ദൈവത്തിൻ്റെ ബെസ്റ്റ് മകളാണ്, ഞാൻ ദൈവത്തിൻ്റെ ബെസ്റ്റ് മകനാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ സാധിക്കട്ടെ.
നന്നായിട്ടൊക്കെ ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കുറേ അസ്വസ്ഥതകളൊക്കെ വിട്ടു, എല്ലാം ഡിലീറ്റായി പോവും, പാപങ്ങൾ ഡിലീറ്റായി പോകും. അപ്പോൾ നമുക്ക് കുറേ കൂടി സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കും, അമ്മയുടെ ബർത്ത്ഡേ അല്ലേ സെപ്റ്റംബർ 8, ഇന്ന് 5, അത് 1 മാസം ഉണ്ടാകും. എനിക്ക് കുറേ നാളായി, ഈ 1 മാസം കൊണ്ടെങ്കിലും ഒന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എനിക്കൊരു വഴി തുറന്നു തരണമേ, ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് കടത്തി തരണമേ. അങ്ങനെ മഞ്ഞു പെയ്യാത്ത കാലത്ത് പോലും മഞ്ഞു വീഴിച്ച് അങ്ങനെ അനുഗ്രഹങ്ങൾ അവിടെ ഇങ്ങനെ ഊഷര ഭൂമിയിൽ പോലും പച്ചപ്പുണ്ടാക്കാൻ കഴിയുന്ന ദൈവം. ഊഷരഭൂമി, ഉണക്ക് ഭൂമി പോലും ലെബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം മതി കർത്താവിന്. യെശയ്യാ 29:17. അങ്ങനെ ഒന്നും നട്ടപ്പിടിക്കല, എത്ര കുമ്പസാരിച്ചിട്ട് ശരിയാകാത്ത നിലം, എത്ര പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാത്ത അവസ്ഥ, എത്ര ഉപേക്ഷിക്കണം തീരുമാനിച്ചിട്ടും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അത് ഊഷരഭൂമിയാണ്, ഉണക്ക് ഭൂമി, ഒരു ഫലവുമില്ല. അങ്ങനത്തെ ഫലമില്ലാത്ത ഭൂമിയെ ഫലമുണ്ടാക്കാൻ കഴിയും. അതാണ് മഞ്ഞുമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഊഷരഭൂമിയിൽ മഞ്ഞു പെയ്യാത്ത കാലത്ത് മഞ്ഞു വീണ് അവിടെ ഒരു അത്ഭുതം. അവിടെ ഇപ്പോൾ ഇന്നൊരു ബസിലിക്ക, പ്രതിഷ്ഠാ തിരുനാൾ. ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം നമുക്ക് പോസിറ്റീവ് എനർജി നൽകട്ടെ. മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. എൻ മനസ്സു നീറും കുരിശിൻ്റെ വഴിയിൽ വീശി നിന്ന സ്നേഹ കാറ്റു നീയല്ലേ. സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സിയോൻ പുത്രി നീയല്ലേ. റൂഹാതൻ മണവാട്ടി നീയല്ലോ മാതാവേ. ശ്ലീവാതൻ സഹചാരി നീ തന്നെ കന്യാമ്പേ. മോക്ഷവാതിലായ കന്യ നീ. മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം, പ്രത്യേകിച്ച് റോമിൽ മഞ്ഞു വീഴുന്നതിൻ്റെ സൂചനയായി ഇങ്ങനെ റോസാപ്പൂക്കൾ പള്ളിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്കിടുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മൾ മനസ്സിലത് കാണുക. കുറേ അനുഗ്രഹം വന്ന് വീഴുന്നത് പോലെ ഇന്ന് സംഭവിക്കട്ടെ. ആ അഭിഷേകം, അവിടെയുള്ള അഭിഷേകം ഇന്ന് നമ്മളിവിടെ ഈ ബസിലിക്കയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് വരട്ടെ. കല്യാണം, കുഞ്ഞ്, വീട്, കടബാധ്യത, ജോലി, ഇങ്ങനെ ഓരോ റോസാപ്പൂക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാളിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു.
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഖായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും.
നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു.
പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെ സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെ താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന്